ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നത് രാവിലെ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. രാവിലെ വരുന്ന മഴയും രാവിലെ വരുന്ന വിരുന്നുകാർ പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ പോകും ചിലപ്പോൾ പോവുകയില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഒക്കെ ഒരുപാട് കാണുമോ ഇല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ രാവിലെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. അപ്പോൾ അതെല്ലാം കഴിക്കാനൊക്കെ എല്ലാവരും തുടങ്ങുവാണ്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മുടി നല്ല കട്ട കറുപ്പാകുകയും ചെയ്യും, മുടി നല്ലപോലെ തഴച്ച് വളരുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് എന്നതൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. 10 പൈസ മുടക്കില്ലാത്തതാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അത് വെച്ച് ചെയ്താൽ മുടി നല്ലപോലെ കറുപ്പാകുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഡൈയും കാര്യങ്ങളും നമ്മൾ ഹെന്നയും കാര്യങ്ങളും ഒന്നും വേണ്ട, അതൊന്നും ഇല്ലാതെ നല്ല അടിപൊളി കറുപ്പായിട്ട് മുടിക്ക് വരികയും ചെയ്യും. അപ്പം അതെന്നതൊക്കെയാണെന്നുള്ളത് വീഡിയോയിലൂടെ ഞാൻ കാണിക്കാമേ. മുടി നല്ലപോലെ വളരും കേട്ടോ, നല്ല ഇതായിട്ട് ഉള്ളോട് കൂടി മുടി വളരും. എത്ര വളരാത്തവർക്കും വളരും. അത്രയ്ക്ക് നല്ല വീഡിയോ ആണ്. കാര്യം ഞാനും ഉപയോഗിച്ച് എനിക്ക് റിസൾട്ടൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അതെന്നാന്നുള്ള വീഡിയോയിലൂടെ ഞാൻ കാണിക്കാം. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. ഞങ്ങൾ ഇനിയിപ്പോൾ കാപ്പിയൊക്കെ കുടിക്കാനായിട്ടുള്ള എല്ലാം സെറ്റാക്കി വെച്ച് കഴിക്കാനായിട്ടൊക്കെ തുടങ്ങുവാണേ. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയാണേ, ചുട്ട ചപ്പാത്തിയാണ് ഇന്ന് ചപ്പാത്തി ചുട്ടതും പിന്നെ നമ്മുടെ സാധാരണ കിഴങ്ങ് കറി. ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ കാണാവേ. അപ്പോൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പതിയെ ഇലയൊക്കെ പറിക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ മഴ പെയ്തെന്ന് പറഞ്ഞാലും കുറച്ച് ഇപ്പം പിന്നെ നല്ല വെയിലായി കേട്ടോ, നല്ല ചൂടോടുകൂടിയുള്ള വെയിലാണ്. അപ്പം ഇത് തൊട്ടടുത്ത വീട്ടിലാണ് ഞാനിത് പറിക്കാൻ പോയേക്കുന്നത്. ചേച്ചിയുടെ ഒത്തിരി തുളസി ഇലയും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഈ ലോക്കട്ടൊക്കെ ഇട്ടപ്പോൾ മുഴുവൻ കളയൊക്കെ ചെയ്ത് ഒരു തയ്യേ ഉള്ളൂ. അത് പക്ഷേ എന്നാ മഴയൊക്കെ ആകുമ്പോൾ ഇതങ്ങ് ഉണങ്ങിപ്പോകും. എന്നിട്ട് ഒരുമാതിരി ഉറുമ്പ് കയറുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ തുളസിക്ക് പ്രശ്നം വന്നങ്ങ് പോകും. അപ്പോൾ ഞാൻ അവിടുന്ന് കയ്യോന്നിയും ഒക്കെ ഇങ്ങനെ എനിക്ക് ചേച്ചി പറിച്ചു തരും. കയ്യോന്നി അവിടെ കുറേ എനിക്ക് മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഞാൻ ചെയ്തപ്പോൾ നമ്മുടെ മുറ്റത്തും തന്നെ പറിച്ചു തന്നെടുത്തത്, അതിപ്പോൾ എല്ലാം പോയി. അപ്പം തുളസിയില ഇങ്ങനെ പൂവോടുകൂടി നിൽക്കുന്നതൊക്കെ നമ്മൾ പറിച്ചെടുത്താൽ നല്ല ഇതാണ്. അതുപോലെ തന്നെ ഈ ചെടിയൊക്കെ ഒരുപാട്ടവർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാൽ ചിലർക്കൊക്കെ ഒട്ടും അറിയാൻ പറ്റത്തില്ല കേട്ടോ ഈ ചെടിയെ കൊണ്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് കേശവർദ്ധിനി എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാ വീടുകളിലൊക്കെ മുറ്റത്തൊക്കെ ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് എല്ലാവരും വെച്ച് പിടിപ്പിക്കണം. അങ്ങനെ ഞാനും വെച്ച് പിടിപ്പിച്ചതാണ്. പക്ഷേ അതെല്ലാം പറിച്ചെല്ലാം കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു തൈ കിളുത്ത് വന്നാൽ അപ്പോൾ അതേ ഇലയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പം അതും തുളസി ഇലയും കറ്റാർവാഴയും എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഒന്ന് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ടാണ്. അപ്പം ഞാനിത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിച്ചെടുക്കാമെങ്കിൽ നല്ലതാണ്. തലമുടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ച ശേഷം ഈ തലമുടിക്ക് ഇച്ചിരി നല്ല കറുപ്പും ഒക്കെ കിട്ടാനായിട്ട് അതിൻ്റെ നീര് തേക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ആ ഒരു ഇലയെല്ലാം കൂടെ അരച്ചതിൻ്റെ ഇതും കൂടെ ഒന്നിച്ചങ്ങ് ചേർക്കാമെങ്കിൽ അത്രയും കൂടെ നല്ലതാണ്. അപ്പം ഞാനതെല്ലാം കൂടെ മിക്സിയിലോട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു കുപ്പിയിലോട്ട് ആക്കി വെച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ കുപ്പിക്കകത്താക്കണം. പക്ഷേ ഇങ്ങനെ അരച്ചെടുത്ത് വെച്ച് നമ്മൾ അരിച്ചെടുക്കാത്തതുകൊണ്ടുണ്ടല്ലോ കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഇച്ചിരി പാടാണ്. നല്ലപോലെ നമ്മളങ്ങോട്ട് അതിൻ്റെ തണ്ടും എല്ലാം വെച്ചല്ലേ അരയ്ക്കുന്നത്. അപ്പോൾ ഞാനത് കുപ്പിയിലോട്ട് ഒഴിക്കാൻ വേണ്ടി വേറൊരു കുപ്പി വെച്ച് അതിനകത്ത് ഒഴിച്ചിടും. അപ്പോൾ അതിനകത്ത് തങ്ങി നിന്ന് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനത് പക്ഷേ ഒരു പപ്പടം കുത്തിയിട്ട് കുത്തിയാൽ മതിയായിരുന്നു. അതിങ്ങനെ വലിച്ചു നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം പോകാൻ തുടങ്ങി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുപ്പിയിലൊക്കെ ആവശ്യമുള്ളതൊക്കെ എല്ലാം ഞാൻ നിറച്ചെല്ലാം എടുത്ത് വെച്ചു. ആവശ്യത്തിനേക്കുള്ള മാത്രം ഇപ്പോഴത്തേക്കുള്ള ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ മതിയല്ലോ. ആവശ്യമുള്ള എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അച്ഛൻ്റെ തലയിലോട്ട് അത് പറ്റാനായിട്ട് ഇറങ്ങിയതാണ്. മഴയാണ്, പിന്നെ വെയിലൊക്കെ അങ്ങ് മാറിയേച്ച് മഴ ചാറാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ മുടിയിലോട്ട് ഞാൻ പറ്റാനായിട്ട് തുടങ്ങി. അപ്പോൾ അച്ഛൻ്റെ മുടി നേരത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെമ്പ് കളറായിരുന്നു കേട്ടോ. എന്നോട് ഒത്തിരി പേര് ചോദിക്കുമായിരുന്നു ഇത് കളർ ചെയ്ത് മുടിയാണെങ്കിൽ കൊച്ചിൻ്റെ മുടി ഇപ്പോഴേ കളർ ചെയ്തു എന്ന് വരെ ചോദിച്ചവരുണ്ട്. കാര്യം അതുപോലെ ചുമപ്പ് കളറായിരുന്നു, ഒരുമാതിരി ചെമ്പൻ അങ്ങോട്ട് കളർ വന്നേച്ച്. അത് പിന്നെ കറക്കാൻ തുടങ്ങിയത് ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ തല ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ്. അപ്പം നമ്മുടെ ഈ കേശവർദ്ധിനി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് എല്ലാവർക്കും മുടി നരയ്ക്കുന്നതിന് നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ കയ്യോന്നി നല്ലതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ അരച്ചെടുത്ത് അച്ഛൻ്റെ തലയിൽ നല്ല ഇതായിട്ട് തേക്കാനായിട്ട്. അപ്പോൾ അത് തേച്ചാൽ നമുക്ക് മുടിക്ക് നല്ല നീളവും വെക്കും. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ അച്ഛൻ്റെ തലയിൽ ഇതാണ് തേച്ച് കൊടുക്കുന്നത്, മുടി ഒന്ന് കറക്കാനായിട്ട്. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നേരത്തേക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മുടി നല്ലപോലെ കറുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഭയങ്കര ചെമ്പായിരുന്നു, ശരിക്കും അറിയാൻ പറ്റുമായിരുന്നു. ഒരു ഫോട്ടോയിൽ പോലും നോക്കിയാൽ ആ മുടിയുടെ കളറ് ശരിക്കും അറിയാൻ പറ്റുന്നത് അതുപോലായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ അതൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എണ്ണ നേരത്തെ അയച്ചു, ഇന്നലെ തലയിൽ നല്ലപോലെ എണ്ണ തേച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇനി ഞാൻ അങ്ങനെ എണ്ണ തല തേപ്പിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉലുവയും കൂടെ ചേർക്കുന്നതായിരുന്നു. പക്ഷേ ഉലുവ ചേർക്കുന്ന ഒന്നാമത് മഴ ഇങ്ങനെ വന്നിരിക്കും, തണുപ്പൊക്കെ കൂടും. അതുകൊണ്ട് ഇനി വല്ല ജലദോഷ പനിയൊക്കെ വന്നെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട് ഉലുവയുടെ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ നല്ലപോലെ തല ഞാൻ കുറച്ച് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ തലമുടി നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുവാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞേച്ച് ഇനി 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് തല നല്ലപോലെ വാഷ് ചെയ്യും.
അപ്പോൾ അച്ചുവിൻ്റെ തല നല്ലപോലെ എല്ലാം അതെല്ലാം അരച്ചതെല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ച് പുള്ളിക്കാരി അവിടെ ഇരിപ്പുണ്ട്. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇനി കുളിക്കത്തുള്ളൂ. അപ്പം മഴ ഇങ്ങനെ പെയ്തും വെയിൽ വന്നും ഇങ്ങനെ മാറി മാറി കാലാവസ്ഥ നിൽക്കുന്നു. അപ്പം നമ്മുടെ തല തേക്കുന്നതിൻ്റെ ആ പായ്ക്കൊക്കെ കണ്ടല്ലോ, അതൊക്കെ നല്ലതാണ്. മുടി കറക്കാനായിട്ടാണ് ഏറ്റവും നല്ലത്. നരച്ച മുടി വരെ അത് കറുത്ത് കിട്ടുക. നരച്ച മുടി കറുത്തിട്ട് നമ്മുടെ കേശവർദ്ധിനി എന്ന് പറഞ്ഞ ചെടിയില്ല, അത് നീലപ്പൂവുള്ള ചെടി, ആ ചെടിയുടെ കിളുന്തുണ്ടല്ലോ, ഇല ഇങ്ങനെ പറിച്ച് ഒടിച്ച് അത് നല്ലപോലെ ഞെരടി അതിൻ്റെ നീര് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മുടെ തലയോട്ടിൽ എവിടെയാണ് നരയുള്ളതെന്ന് വെച്ചാൽ തലയോട്ടിയോട് ചേർത്ത് അത് വെച്ച് തേച്ച് പിടിപ്പിക്കാന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നര മാറും എന്നാണ് പറയുന്നത്. ഒത്തിരി പേരങ്ങനെ ചെയ്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നര നല്ലപോലെ മാറ്റം കിട്ടും. അപ്പോൾ അത് മുടി കറക്കാൻ ഏറ്റവും നല്ലതാണ്, മുടി വളരാനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ച് എൻ്റെ കൈ ഒരു പരുവായി, അപ്പടി അങ്ങ് ഒരുമാതിരി കറുത്ത കളർ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ തുളസിയില ആണെങ്കിലും നല്ലതാണ്, കയ്യോന്നി ആണെങ്കിലും കറുപ്പ് കിട്ടാൻ നല്ലതാണ്. അപ്പം നമുക്ക് ഈ കെമിക്കലൊന്നും ഇല്ലാതെ മുടിയൊക്കെ കറുപ്പിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും കറുത്ത് കിട്ടുകയല്ല കേട്ടോ, 2 ദിവസമൊക്കെ അടുപ്പിച്ച് നമ്മളിത് സ്ഥിരമായിട്ട് തേക്കുമ്പോഴാണ് ഇതിനൊക്കെ മാറ്റം വരുന്നത്. പിന്നെ നമ്മളത് മാസത്തിൽ 1-2 പ്രാവശ്യമായിട്ട് അങ്ങ് തേച്ചാൽ മതി. അതങ്ങ് മുടി കിളുത്ത് വരുന്ന മുടി വീണ്ടും വീണ്ടും കറുത്ത് കറുത്ത് വന്നോളും. അപ്പോൾ ഇത് നല്ലൊരു പായ്ക്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാതെ ഇത് കറക്കുമോ എടുക്കുമോ എന്നൊന്നും ചോദിച്ചാരും നിൽക്കരുത്. മഴക്കാറ് പിന്നെയും വരുന്നുണ്ട്, അപ്പോൾ വെട്ടം കുറയുന്നുണ്ടോ. അപ്പം അങ്ങനെ സംശയങ്ങളോടുകൂടി നിൽക്കരുത്, നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക. ഇതൊക്കെ എന്ന് വെച്ചാൽ കെമിക്കലില്ലാത്ത, പിന്നെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഈ ചെടിയുടെ ഗുണങ്ങളും ഈ കയ്യോന്നിയുടെയും തുളസിയുടെയും എല്ലാ ഗുണങ്ങളും അറിയാം. പിന്നെ അതിൽ കറ്റാർവാഴ, അതൊക്കെ മുടി വളരാനായിട്ടുള്ളതാണ്. അപ്പം മുടി കറക്കാനായിട്ട് തുളസിയില നല്ലതാണ്, പിന്നെ നമ്മുടെ കയ്യോന്നി നല്ലതാണ്, പിന്നെ കേശവർദ്ധിനി അതും നല്ലതാണ്. അത് ഏറ്റവും നല്ലതാണ് മുടി കറക്കാനായിട്ട്. ഇത്രയും ചേർക്കുക. അപ്പോൾ ഇതൊന്ന് അരച്ച തലയിൽ ഒന്ന് ഇട്ട് നോക്കുക, നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. ഇന്നിട്ടാൽ നാളെ കിട്ടുകയില്ല, 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യുക. അപ്പോൾ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. മുടി പിന്നെ നമ്മൾ മറ്റ് കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ മുടി കിളുത്ത് വരുന്ന മുടി കറുത്ത് കറുത്ത് കിളുത്ത് കയറി വരികയും ചെയ്യും. ഇപ്പം ഞാനും തല പുരട്ടാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്, ഇപ്പോൾ വൈകിട്ട് ഞാൻ കുളിക്കാൻ കയറുമ്പോഴത്തേക്ക് എൻ്റെ തലയിലും പുരട്ടിച്ച് ഞാൻ കുളിക്കത്തുള്ളൂ. അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്കൊന്നും ഒരുപാട് അങ്ങോട്ട് ഈ നരച്ച് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റം വരുന്നുണ്ട്, കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമ്മളിത് പിന്നെ വെച്ചാൽ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇന്ന് ചെയ്ത് കഴിയുമ്പോൾ നാളെ ചിലപ്പോൾ ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല, അങ്ങനെയാണ്. പക്ഷെ അച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അവർക്ക് തല തേച്ചിട്ടൊക്കെ മാറിയിരിക്കുള്ള സമയമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ഉച്ച കഴിഞ്ഞൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നല്ല മാറ്റം കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.